പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും ഗൗതമും കൂടി ക്ലബിലേക്ക് എത്തുകയാണ് ജ്യോതിർമയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ സ്റ്റാഫിനോട് ജ്യോതിർമയുടെ അഡ്രസ്സ് ചോദിക്കുകയാണ്. അപ്പോഴാണ് ജ്യോതിർമയുടെ മറ്റൊരു കൂട്ടുകാരി വരുന്നത്. എന്നിട്ട് നിധിയെ കണ്ടതോടുകൂടി പറയുകയാണ്, നീയല്ലേ അന്ന് ക്ലബിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത്, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. നീ ജ്യോതിർമയെ അന്ന് കവളത്തേക്ക് അടിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അവരെ കണ്ട് അവരോട് മാപ്പ് പറയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് പറയട്ടെ. അപ്പോൾ അതിന് ഇന്ന് ജ്യോതിർമയി ഇവിടെയില്ല, നിനക്ക് അവരെ കണ്ട് മാപ്പ് പറയാൻ തോന്നിയത് തന്നെ നല്ല കാര്യം. ജ്യോതിർമയി ഇന്ന് ലീവിലാണ്, ഇന്ന് വന്നിട്ടില്ല എന്ന് പറയട്ടെ. എങ്കിൽ അവരുടെ അഡ്രസ്സ് ഒന്ന് തരുമോ, എനിക്ക് അവരെ വീട്ടിലേക്ക് ചെന്ന് പറയാമല്ലോ എന്ന് പറയണം. എന്നാൽ ഞാൻ അഡ്രസ്സ് നോക്കിയെടുത്ത് പറഞ്ഞു തരാം എന്നും പറഞ്ഞ് നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് എന്നാൽ പിന്നെ ജ്യോതിർമയി വിളിച്ച് കാര്യം പറയാം, എന്നിട്ട് മതിയല്ലോ അഡ്രസ്സ് കൊടുക്കല് എന്നും പറഞ്ഞ് നേരെ ജ്യോതിർമയിക്ക് ഫോൺ വിളിക്കും. നിന്നെ കാണാൻ വേണ്ടി അന്ന് ആ ക്ലബിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയില്ലേ, ആ പെൺകുട്ടി വന്നിട്ടുണ്ട്, നിന്നെ കണ്ടൊന്ന് മാപ്പ് പറയണമെന്നാ പറയുന്നത്, അതിനുവേണ്ടി നിന്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജ്യോതിക്ക് കാര്യം മനസ്സിലാവുകയാണ്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫോൺ സ്പീക്കറിലിട്ടിട്ട് അവളുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലേ എന്ന് പറഞ്ഞ് ഫോണിലൂടെ സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, എടി നിധി, നീ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എടി നിധിക്ക് എൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ട് നീ ഉദ്ദേശിച്ച കാര്യം നടത്താനാണോ, എങ്കിൽ നിനക്കത് തെറ്റി. നിനക്ക് എവിടെ ചെന്നാലും എൻ്റെ അഡ്രസ്സ് ഒന്നും കിട്ടുകയില്ല. നിന്റെ അനിയനും അനിയത്തിയും എൻ്റെ കൂടെ തന്നെയുണ്ട്. പ്രണവിനെയും ശിവാനിയുടെയും കല്യാണമാണ് നാളെ, ഞാനത് നടത്തി കൊടുക്കുകയും ചെയ്യും, അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞ് നിധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, നിന്നോടാണ് പറഞ്ഞത് എൻ്റെ അനിയൻ നിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്ന് എനിക്കറിയാം, എൻ്റെ അനിയനെ മര്യാദയ്ക്ക് നീ പറഞ്ഞയച്ചോ എന്ന് പറയുമ്പോൾ ജ്യോതി പറയണേ, ഇല്ല ഞാൻ പറഞ്ഞയക്കില്ല, ഞാൻ ഏറ്റെടുത്ത ദൗത്യം നടത്തുക തന്നെ ചെയ്യും. പിന്നെ നീ എന്നെ കണ്ട് മാപ്പ് പറയാനാണോ വന്നത്, എങ്കിൽ എൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടാവും, അവിടെ ചെന്ന് ഭാര്യയും ഭർത്താവും സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് പറഞ്ഞിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നിധിയും ഗൗതമും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഇനി എന്ത് ചെയ്യും, ഇനി അവരുടെ അഡ്രസ്സ് കണ്ടുപിടിക്കും, എന്താണ് ചെയ്യുക എന്നൊക്കെ വിഷമിച്ച് അവർ രണ്ടുപേരും പരസ്പരം പറയുകയാണ്. അപ്പോഴാണ് ഗൗതമിന് ഒരു ഐഡിയ തോന്നുന്നത്. നിധി, നീ കാറിൽ കയറ്, എനിക്കൊരു ഉപായം തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, അവർ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ടില്ലേ, പ്രണവിൻ്റെയും ശിവാനിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവരവിടെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സാക്ഷിയായിട്ട് ഈ പറയുന്ന ജ്യോതിർമയുടെ അഡ്രസ്സാവും കൊടുത്തിട്ടുണ്ടാവുക, അവിടെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അവരുടെ തെളിവും എല്ലാം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അവരോട് ചെന്ന് ചോദിച്ചാൽ ഇവരുടെ നമുക്ക് കണ്ടുപിടിക്കാനും കഴിയും എന്ന് പറയണം. അങ്ങനെ നിധിയും ഗൗതമും നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുത്തെ ആ സ്റ്റാഫിനെ കണ്ട് ചോദിച്ചറിയുകയാണ്, ഇപ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ അനിയൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഇവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവർ വന്നിരുന്നു, അവരുടെ പേര് പ്രണവ് എന്നും ആ പെൺകുട്ടിയുടെ പേര് ശിവാനി എന്നുമാണ്. പിന്നെ അവരെ കൊണ്ടുവന്നത് ജ്യോതിർമയി എന്ന് പറഞ്ഞ സ്ത്രീയാണ്. എനിക്ക് ആ ജ്യോതിർമയി എന്ന് പറഞ്ഞ സ്ത്രീയുടെ അഡ്രസ്സ് ഒന്ന് വേണം, അത് ദയവ് ചെയ്തൊന്ന് തരുമോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ സ്റ്റാഫ് പറയുകയാണ്, ഞങ്ങൾക്കതൊന്നും തരാനുള്ള ഒരു അധികാരവുമില്ല, ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്, നിങ്ങൾ ചോദിച്ചാലൊന്നും അങ്ങനെ ഞങ്ങൾക്ക് എടുത്തു തരാനുള്ള ഒരു അനുവാദവുമില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടെ. ആ സ്റ്റാഫ് ജ്യോതിയുടെ ആള് തന്നെയായിരിക്കും, ഒരുപാട് പൈസ ജ്യോതി അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഗൗതമും നിധിയും വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം, ഈ കല്യാണം നടക്കാൻ പാടില്ല, ആ ഒരു പെൺകുട്ടി വരുന്നത് ഞങ്ങളുടെ വീടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പല ഉദ്ദേശങ്ങളും വെച്ചിട്ടാണ് അവൾ എൻ്റെ അനിയനെ കല്യാണം കഴിക്കുന്നത്, നിങ്ങളതിന് കൂട്ടുനിൽക്കുന്നത്. കരഞ്ഞുകൊണ്ട് ഒരു അമ്മ ആ വീട്ടിലുണ്ട്, അവരെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ജ്യോതിയുടെ നമ്പർ ഒന്ന് തരണം, അവരുടെ വീട്ടിലാണ് അവരെ രണ്ടുപേരെയും ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ദയവ് വിചാരിച്ച് തരണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കൂട്ടോ. പക്ഷേ അയാൾ പറയും, നിങ്ങൾ വെറുതെ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് പോവാം. ഗൗതം കുറച്ച് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാൻ. അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പോലീസിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞു ഗൗതമിനെയും ഭീഷണിപ്പെടുത്തി അവിടുന്ന് പറഞ്ഞയക്കാണ്ട്. അങ്ങനെ നിരാശയോട് കൂടി നിധിയും ഗൗതമും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നിധിയും ഗൗതമും പരസ്പരം സംസാരിക്കാണ്ട് എന്താണ് ചെയ്യുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ അവർ പറയുന്ന സമയത്താണ് അവിടുത്തെ ഒരു സ്റ്റാഫ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗൗതം പെട്ടെന്ന് ആ സ്റ്റാഫിനെ അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കാൻ, നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരോടും സാറിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, പക്ഷേ എനിക്കൊന്നും ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടുത്തെ വെറും ഒരു സ്റ്റാഫാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും ഗൗതം പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് അയാളുടെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ, ആരും കാണാതെ.
എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ജ്യോതിർമയി എന്ന് പറഞ്ഞ സ്ത്രീയുടെ അഡ്രസ്സ് ഒന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടെത്തി തരണം എന്ന് പറയട്ടെ. അങ്ങനെ ആ പൈസ കിട്ടിയതോടുകൂടി ആ സ്റ്റാഫ് ആരും കാണാതെ ജ്യോതിർമയുടെ അഡ്രസ്സ് തപ്പിയെടുത്തുകൊണ്ട് നിധിക്കും ഗൗതമിനും കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അയാളെ വിശ്വസിക്കാമോ? അയാൾക്ക് പൈസ കൊടുത്തു എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്തു തരാനൊക്കെ വഴിയുണ്ടോ? അതൊക്കെ ചെയ്തോളും, നീ ഒന്ന് ക്ഷമിച്ച് നിൽക്ക് എന്ന് പറഞ്ഞ ശേഷമാണ് അവിടേക്ക് ആ സ്റ്റാഫ് വന്ന് ജ്യോതിയുടെ അഡ്രസ്സ് കൊടുക്കുകയാണ്. അത് കിട്ടിയതോടുകൂടി ഗൗതമും നിധിയും നേരെ ചെല്ലുന്നത് CK ചന്ദ്രബോസിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഇത് ചന്ദ്രബോസിന്റെ വീടാണല്ലോ, അപ്പോൾ ജ്യോതിർമയും ചന്ദ്രബോസും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അവരെങ്ങനെ ഇവിടെ? അപ്പോൾ ആരായിരിക്കും ജ്യോതിർമയി CK ചന്ദ്രബോസിന്റെ എന്നൊക്കെ അവർ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതമും നിധിയും ചന്ദ്രബോസിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അകത്ത് കയറിയ ശേഷം ഗൗതം പ്രണവിനെ വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് CK ചന്ദ്രബോസ് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് അവര് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് സ്വീകരിക്കുകയാണ്. ആരാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ ഹാസത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ചന്ദ്രബോസ് ഇവിടെ ഇരിക്കൂ, ഇരുന്നു കൊണ്ട് നമുക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാനല്ല ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്, എൻ്റെ അനിയൻ ഇവിടെയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. എൻ്റെ അനിയനെ നിങ്ങൾ മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ എന്ന് പറയുമ്പോൾ, അതിന് നിന്റെ അനിയൻ ഇവിടെയുണ്ട് എന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും അറിയാത്ത ഭാവത്തിൽ സംസാരിക്കേണ്ട, എൻ്റെ അനിയൻ ഇവിടെ തന്നെയാണ് ഉള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തിനാണ് എൻ്റെ അനിയൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത്? ബിസിനസ് നിങ്ങൾ തകർക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി, അതിലെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോഴാണോ എൻ്റെ അനിയൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് ജ്യോതി വരികയാണ്. എന്നിട്ട് ജ്യോതി പറയുകയാണ്, ചന്ദ്രബോസിനോട് പറയുകയാണ്, ഇവളാണ് അന്ന് എൻ്റെ കരണം നോക്കി അടിച്ചത്, അന്ന് ഞാൻ കുറിച്ചിട്ടതാണ് നല്ലൊരു അടി തിരിച്ചു കൊടുക്കണം എന്നുള്ളത്, പക്ഷേ എനിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയട്ടെ. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ അനിയനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചോളണം, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കുടുംബം വെച്ച് നിങ്ങൾ കളിക്കുന്നത്? നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് നേരിട്ട് തീർക്കാം, പക്ഷെ എൻ്റെ അനിയൻ്റെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത്, എൻ്റെ അനിയനെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറയട്ടെ. അപ്പോൾ ജ്യോതി പറയുകയാണ്, ഞങ്ങളെ വിശ്വസിച്ചിട്ടാണ് വസുന്ധര ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, അത് ഞങ്ങൾ എന്തായാലും നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. വസുന്ധരയുടെ പേര് പറഞ്ഞതോടുകൂടി ഗൗതം ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ. അമ്മ അറിഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മയും CK ചന്ദ്രബോസും അയാളുടെ ഭാര്യയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉണ്ടാവുക എന്നൊക്കെ അപ്പോൾ ചിന്തിക്കുകയാണ് കേട്ടോ. അമ്മ നിധിയോടുള്ള ദേഷ്യത്തിന് പ്രണവിന്റെ ജീവിതം നശിപ്പിക്കാനാണല്ലോ ശ്രമിക്കുന്നത് എന്ന് ഗൗതം ആ സമയത്ത് ചിന്തിക്കുകയാണ്. അങ്ങനെ നിധി പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന എന്ത് കാര്യവും ഞങ്ങൾ അനുസരിച്ചോലാം, ഞങ്ങളുടെ പ്രണവിന്റെ ജീവിതം നശിപ്പിക്കരുത്, പ്രണവിനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറയട്ടെ. ആ സമയത്ത് CK ചന്ദ്രബോസ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്, ജ്യോതിയും പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതിലും വലിയ തിരിച്ചടി നിങ്ങൾക്ക് ഇനി കിട്ടാൻ എന്തിരിക്കുന്നു, ഇത് ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ നടത്തും, ഇത് ഞങ്ങളെ ഏൽപ്പിച്ച കാര്യമാണ്, അത് ഞങ്ങൾ എന്തായാലും നടത്തുക തന്നെ ചെയ്യും, വെറുതെ ഇവിടെ നിന്ന് ബഹളം വയ്ക്കാതെ പേർക്കും ഇവിടെ നിന്നും പോവാം, നിങ്ങൾക്ക് ശിവാനിയെയും പ്രണവിനെയും കണ്ടെത്താൻ കഴിയുകയില്ല, നാളെ അവരുടെ വിവാഹമാണ്, അത് കഴിഞ്ഞാൽ അവർ അവിടേക്ക് വരും, അപ്പോൾ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാം എന്ന് പറയട്ടോ. അപ്പോൾ നിധിയും ഗൗതമും വീണ്ടും പറയുന്നുണ്ട്, CK നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബം വെച്ച് കളിക്കരുത് എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ചന്ദ്രബോസ് പറയാണ്, നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും, ഞങ്ങളുടെ വീട് കയറി ആക്രമിച്ചു എന്നാവും നിങ്ങൾക്കെതിരെ കൊടുക്കാൻ പോകുന്ന പരാതി, അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ CK ചന്ദ്രബോസ് ഭീഷണിപ്പെടുത്തുകയാണ്. ഗൗതം അത് വില പോലും കൽപ്പിക്കുന്നില്ല. അങ്ങനെ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളോട് മര്യാദക്കാണ് പറഞ്ഞത്, എൻ്റെ അനിയനെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറയണം. അപ്പോൾ CK പറയുകയാണ്, അമ്മ വസുന്ധര വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, നിന്റെ അനിയൻ പ്രണവിനെയും ശിവാനിയെയും താമസിപ്പിക്കണം എന്നൊക്കെ വസുന്ധരയാണ് ഞങ്ങളോട് ഫോൺ വിളിച്ച് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾക്കത് അനുസരിച്ചേ പറ്റൂ എന്ന് പറയും. ബിസിനസ്സിൽ നിന്നെ പലതവണ ഞാൻ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് പരാജയമാണ് ഉണ്ടായത്, ഇനി ഞാൻ നിന്റെ അനിയനെ വെച്ചാണ് നിന്നെ ഞാൻ തകർക്കാൻ പോകുന്നത് എന്ന് പറയണം. അങ്ങനെ നിധി പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാണിക്കുന്നത് വലിയൊരു ചതിയാണ്, അവനെ ഓർത്ത് അവന്റെ അമ്മ പൊട്ടിക്കരയുകയാണ്, അവരുടെ ആ കണ്ണീരിന്റെ മുന്നിൽ നിങ്ങളുടെ കുടുംബം തന്നെ വെണ്ണീറായി പോവും, അത് നിങ്ങൾ ഓർത്തു വെച്ചോ, നിങ്ങൾ ശാപത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാനും കഴിയില്ല, നിങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, കുടുംബം എന്താണെന്നുള്ളത് അറിയാത്ത നിങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയട്ടെ.
ഇത് വിരൽ ചൂണ്ടിയിട്ട് നിധിയോട് എടി എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഗൗതമും നിധിയും CK ചന്ദ്രബോസിന്റെ വീട് മൊത്തം അങ്ങ് പരിശോധിക്കുകയാണ് കേട്ടോ. പ്രണവ് എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശോധിക്കുന്നത്. അവിടെയൊന്നും പ്രണവിനെയും ശിവാനിയെയും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഗൗതം താഴേക്ക് ഇറങ്ങി വന്ന ശേഷം ചന്ദ്രബോസിന്റെ കോളറയിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എടോ, താൻ എവിടെയാടോ എൻ്റെ അനിയനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? നീ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഞങ്ങൾ കണ്ടെത്തും. നിന്റെ ഒരു ഉദ്ദേശവും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് പരിഹാസത്തോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ഗൗതമും നിധിയും പോവുകയാണ്.